ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. ചേർത്തല തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിപാടിയിൽ കൃഷിമന്ത്രി പി പ്രസാദാണ് പ്രഖ്യാപനം നടത്തിയത്. ഹരിതകർമ്മസേന നാടിന്റെ ആരോഗ്യസേനയാണെന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. ചേർത്തല തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കര സെന്റ് സേവിയേഴ്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് പ്രഖ്യാപനം നടത്തിയത്. ഹരിതകർമ്മസേന നാടിന്റെ ആരോഗ്യസേനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടാക്കി കേരളത്തെ നിലനിർത്തുന്നത് ഹരിതകർമ്മസേനയാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കപ്പെടണം. ഇതിനായി ചേർത്തല മണ്ഡലത്തിൽ മികച്ച ഹരിതകർമ്മസേന യൂണിറ്റിനും ഹരിതകർമ്മസേന അംഗത്തിനും MLAയുടെ പേരിൽ അവാർഡ് നൽകുന്നതിനുള്ള പരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചെങ്കിലും ഈ അവസ്ഥ തുടർന്നുകൊണ്ടു പോകണമെങ്കിൽ ഉറച്ച ദൃഢനിശ്ചയവും ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണവും ആവശ്യമാണ്. ശുചിത്വത്തിന്റെ പാഠം ആദ്യം മലയാളി പഠിക്കണം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് പ്രമുഖന് നേരെ നടപടിയെടുക്കേണ്ടി വന്നുവെന്നും മന്ത്രി പറഞ്ഞു. നാടുതോറും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പബ്ലിക് ഹെൽത്ത് ആക്ട്, ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് എന്നിവയിൽ ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും കുറ്റക്കാർക്ക് വേണ്ടി ശുപാർശയുമായി എത്തുന്ന ജനപ്രതിനിധികൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ആലപ്പുഴ ജില്ല സമ്പൂർണ്ണമായി മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമാകുക ഈ തരത്തിൽ ശുചിത്വത്തിന്റെ ഭാഗങ്ങൾ ചവിട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഈ മാലിന്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴും നാളെ വേണമെങ്കിൽ വീണ്ടും ഇതെല്ലാം പഴയപടി ആവാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനകത്ത് ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി എല്ലാ കാലവും വിജയിച്ച് നിൽക്കാൻ കഴിയും. പക്ഷെ എന്നാൽ ആ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരെയാണ് തിരുത്തേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ മീറ്റിങ്ങുകളൊക്കെയും പങ്കെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന നമ്മൾ തറയും പറയും ശുചിത്വത്തിന്റെ തറയും പറയും പഠിപ്പിക്കേണ്ടത് ഈ സമൂഹത്തെ ഉന്നതന്മാരായ കുറെ ആൾക്കാരാണ്. ഒരു പാവപ്പെട്ടവരെയും അതിനെയും അല്ല. അവരാണ് ഈ കാര്യത്തിൽ സാക്ഷരരാകേണ്ടത്. നമ്മൾ കാണുന്ന വലിയ വീടുള്ളവർ, വലിയ ഉദ്യോഗമുള്ളവർ, വലിയ പദവികളിൽ എത്തിയിരിക്കുന്നവർ, സമൂഹത്തിന്റെ ആദരവുള്ളവർ, അവരാണ്. ഒരു ഹരിതകർമ്മസേന അംഗം വരുമ്പോൾ നമുക്കിപ്പോൾ അവിടെ അത്ര ബഹുമാനം ഉണ്ടാവില്ല. നിങ്ങൾ നമുക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് വരുന്ന ആലോചിച്ചു. നമ്മൾ സെൽഫി എടുക്കാനിരിക്കുന്നു, കൂടെ നിൽക്കാനിരിക്കുന്നു, എല്ലാവരും ആദരവുള്ളവരാണ്. നമ്മൾ അവരെയാണ് ഇരുത്തേണ്ടത്. ചിന്തിക്കണം. ഇവിടെ കാണിച്ചു പോയാൽ ഞാൻ വീണ്ടും കാണുന്നത് വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട്, അടയുന്നവരും അതിൽ സാഹിത്യം എഴുതുന്നവരുണ്ട്. താമസിക്കുന്ന വീട്ടിൽ ചില ദിവസമൊക്കെ കാണാം പ്ലാസ്റ്റിക് കുപ്പി ഇടങ്ങുമാണ്. ഞാൻ എന്റെ കൂടെ ഉള്ളവരൊക്കെ വഴക്കുണ്ട്. കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുന്ന അവസ്ഥ. കേരളത്തിന്റെ മാലിന്യ സംഭരണ സേനയല്ല, ഹരിതകർമ്മസേന ഇന്ന് കേരളത്തിന്റെ ആരോഗ്യസേനയാണ്. ആശുപത്രിയിലെ ജീവനക്കാരടക്കമുള്ള ഡോക്ടർമാരടക്കമുള്ള ആളുകൾ അവരിൽ ഏറ്റവും പ്രമുഖം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഏറ്റവും പ്രമുഖം ഈ നാടായ നാടെല്ലാം നടന്ന് ഈ മലിന വസ്തുക്കളെ മുഴുവൻ സംഭരിച്ച് സമാഹരിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ രോഗമുണ്ടാവാതിരിക്കാൻ ഇടപെടുന്ന നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. ഒരു ഭരണാധികാരിയുമല്ല, ഞങ്ങൾ ആരെയുമല്ല, ഇന്ന് കേരളത്തെ ഈ നിലയിൽ എത്തിച്ചേർത്തത് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ചടങ്ങിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. CD ന്യൂസ്, കായംകുളം.